അമേരിക്കയിൽ വന്നത് 9 വർഷം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 9 വർഷത്തിൽ 8 വർഷത്തോളമായിട്ട് എനിക്ക് ജോയിച്ചേട്ടനെ അറിയാം. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വളരെ ആകസ്മികമായിട്ടായിരുന്നു. ഞാൻ പള്ളിയിൽ വന്നിട്ട് 2017 പള്ളിയിൽ വരുമ്പോൾ, ആദ്യമായിട്ട് വികാരിയായിട്ട് വരുമ്പോൾ അധികം മലയാളികളൊന്നും ഞാൻ കണ്ടില്ല എൻ്റെ പള്ളിയിൽ. പക്ഷേ ജോയിച്ചേട്ടനും സെലിൻ ചേച്ചിയും ആ പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നു. ഞാനിങ്ങനെ മലയാളികളാണല്ലോ ഒന്ന് കണ്ട് കരിമുത്താന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛന്മാര് സാധാരണ രീതിയിൽ ലാറ്റിൻ അച്ഛന്മാര് പള്ളിയിൽ ഞങ്ങൾ 3-4 പേരുള്ളത് കാരണം അവിടെ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മൾ വൈനും ബീറും ഒക്കെ മേടിക്കാനായിട്ട് പോകും. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ ലെഗസി 2 കുപ്പി കള്ള് മേടിക്കാൻ വേണ്ടിയിട്ട് ഇതത്ര നല്ല കാര്യമൊന്നുമല്ല, എന്നാലും അങ്ങനെയാണ് കാണാൻ. ഞാൻ 2 കയ്യിലും കള്ളൊക്കെ പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അവിടെ ഇങ്ങനെ മേടിക്കാൻ നിൽക്കുമ്പോൾ ജോയിച്ചേട്ടന്റെ ദിവ്യയും ഫിയോണയും മറ്റ് കൊച്ചുമക്കളുണ്ട്. അവരെല്ലാവരും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടുത്തെ ലാറ്റൻ പള്ളിയിലെ വികാരിയാന്ന് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ അവിടെ ചമ്മിപ്പോയി, പറയാതിരിക്കാൻ പറ്റിയല്ലോ. ആദ്യമായിട്ട് അവരെന്നെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ജോയിച്ചേട്ടനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം തുടങ്ങുന്നതും പിന്നീട് അടുത്ത 5-8 വർഷത്തോളം സ്ഥിരമായിട്ട് അവിടെ പോകാനും പരിചയപ്പെടാനും അവരുടെ ആതിഥേയത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ സൗഹൃദത്തിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും പല പല കാര്യങ്ങളിലും അവർ ചെല്ലുവാനും എനിക്ക് വളരെ അടുപ്പം തോന്നിയിട്ടുള്ള ഒരു കുടുംബമാണ് ജോയിച്ചേട്ടൻ്റെത്. അപ്പോ ജോയിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആശിക്കുന്നത്. ഒന്ന്, 3 കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ജോയിച്ചേട്ടൻ തന്റെ കുടുംബത്തെ അത്യധികമായിട്ട് സ്നേഹിച്ചിരുന്നു. ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ സ്നേഹത്തില് പല പ്രാവശ്യം പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും ആ കൊച്ചു കുഞ്ഞുങ്ങള് അവർക്ക് ജോയിച്ചാന്ന് എപ്പോഴും വിളിക്കുള്ളൂ. അങ്ങനെ വിളിച്ച് വളരെ സന്തോഷമായിട്ട് അവരെ എന്തുമാത്രം അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നല്ലൊരു മനുഷ്യനാണ് ജോയിച്ചേട്ടൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, മരുമക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ജ്ഞാനായ സമൂഹത്തോടുള്ള ആ സ്നേഹം അത് വളരെ വളരെ അഗാധമായിരുന്നു എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. ജോയിച്ചേട്ടന്റെ കൂടെയുള്ള ആ സൗഹൃദം കാരണം പലപ്പോഴും ഇവിടെയുള്ള മലയാളികളൊക്കെ ചിന്തിച്ചിരുന്നു ഞാനും ഒരു ഗ്രാനാക്കാരെന്ന് വിചാരിച്ചിരുന്നു. അതുപോലെയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് ജോയിച്ചേട്ടനും സെലിൻ ചേച്ചിയും മക്കളും എപ്പോഴും കുർബാനയിൽ പങ്കെടുക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നതിനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു. കുടുംബ പ്രാർത്ഥനയായാലും അതുപോലെ തന്നെ ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുക്കുന്നതായാലും പള്ളിയുടെ എന്ത് കാര്യമായാലും വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും അതിന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ പങ്കെടുക്കാനും സഹകരിക്കാനും തന്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനും അഗാധമായിട്ട് സഭയെ സ്നേഹിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ജോയിച്ചേട്ടൻ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാരണം അത്രയും സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ കുർബാനയ്ക്ക് പങ്കില്ലെങ്കിൽ അവിടുത്തെ എന്റെ പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അത് കുർബാന മുടക്കുന്നതിൽ ഒരിക്കലും അത് മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു. അങ്ങനെ തന്റെ വിശ്വാസത്തെ അത്യധികമായിട്ട് സഭയെ അത്യധികമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജോയിച്ചേട്ടൻ. So he loved his family, loved the community, loved also his faith, and എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അച്ഛന്മാരെ ഒത്തിരി ബഹുമാനിച്ചിരുന്നു. ഞാൻ അവിടെ ജോയിച്ചേട്ടന്റെ വീട്ടില്
എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളായിട്ട് അച്ഛന്മാരുണ്ട്. ആ അച്ഛന്മാരെല്ലാം ഞാൻ വരുമ്പോഴൊക്കെ ജോയിച്ചേട്ടൻ എടുത്തു കൊണ്ടുപോകും. അവർക്കെല്ലാം ജോയിച്ചേട്ടന് വലിയ വലിയ കാര്യമായിരുന്നു. കാരണം അതുപോലെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അതിന്റെ കൂടുതൽ ചുക്കാൻ പിടിച്ചത് ബോബനച്ചനായിരുന്നു. അപ്പം ബോബനച്ചനും ഞാനും ബൈജുവച്ചനും അങ്ങനെ ഒരു അഗാധമായൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോ ബോബനച്ചൻ അങ്ങോട്ട് പോയപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈജുവച്ചനും പോയപ്പോഴും എനിക്ക് വളരെ സങ്കടമായിരുന്നു, ഇനിയിപ്പോ ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാവോ എന്നൊക്കെ. പക്ഷെ ജോയിച്ചേട്ടൻ ഒരിക്കലും കൈവിട്ടില്ല. പിന്നെ അവസാനമായിട്ട് കൊച്ചിന്റെ മരണത്തോടു കൂടി അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒത്തിരി വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. കാരണം അടക്കണി സമയത്തിനോട് പറഞ്ഞിരുന്നു, എന്റെ രണ്ടാമത്തെ കൊച്ചാണ് ദൈവം വിളിച്ചത് എന്ന്. അടക്കണി സമയത്ത് നമ്മളെല്ലാവരും അവിടെ കൂടിയ സമയമാണ്. അന്നേരം അദ്ദേഹം പറയുമായിരുന്നു, ആ വേദന ഒത്തിരി പുള്ളിക്കാരന് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾക്ക് പങ്കെടുക്കാനും അവരെ സ്നേഹിക്കാനും ആദരിക്കാനും അവരോടൊത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ടും സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജോയിച്ചേട്ടന്റെ ആകസ്മികമായ മരണത്തില് വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സെലിൻ ചേച്ചിയും ദീപിയും അപ്പവും കുഞ്ഞുമക്കളും ഫിയോണയും അവരെല്ലാവർക്കും ദൈവം ഈ വിയോഗത്തില് ആകസ്മിക വിയോഗത്തില് അവരുടെ ദുഃഖത്തില് നമുക്ക് പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ആരും ഒരു മനുഷ്യരും ഒരു പെർഫെക്റ്റ് അല്ല. നമുക്കെല്ലാവർക്കും ഓരോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവബലിയിൽ പങ്കെടുത്ത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ കുറവുകളെല്ലാം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് കരുണ തോന്നി അവരുടെ പുറത്ത് ദൈവത്തിന്റെ മുൻപിലേക്ക് അവർക്ക് ദൈവം അവരെ സ്വാഗതം ചെയ്യുവാനും നിത്യജീവൻ അവർക്ക് പ്രദാനം ചെയ്യാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ജോയിച്ചേട്ടനെയും ആ കുടുംബത്തെയും ഓർത്ത് അവർക്ക് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാനായിട്ടും അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം പകരുവാനുമായിട്ടും ഈ കുർബാനയും നമ്മുടെ ഈ കൂട്ടായ്മയും ഒക്കെ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോടൊത്തുണ്ട് എന്ന് നമ്മുടെ വേദനയിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ വിയോഗങ്ങളിലുമെല്ലാം ദൈവം എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ പ്രത്യേകമായിട്ട് അവിടുത്തെ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ കുർബാനയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അടച്ച്